ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നതെന്ന് വിചാരിക്കും. ഞങ്ങളിവിടെ നല്ല സന്തോഷത്തിലും സമാധാനത്തിലും നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഒരു കർക്കിടകം ക്ലീനിങ് വ്ളോഗാണ്. ഇന്ന് നിറയെ പണിയുണ്ട്. അപ്പം ഞാൻ രാവിലെ എണീറ്റു. ഇന്ന് സൺഡേ ആണ്. അപ്പം അല്ലൂനെ അതാ അങ്ങനെ തന്നെ ഞാൻ സൈഡിലൊരു പില്ലോ ഒക്കെ വെച്ച് കൊടുത്തിട്ട് അങ്ങനെ തന്നെ കിടന്നിട്ട് ഞാൻ ഇങ്ങോട്ട് പോന്നു. ഇവിടെ നല്ല കൊതുവായതോടെ തന്നെ ഞാനൊരു അടിപൊളി കൊതുവല വാങ്ങിയിട്ടുണ്ട്. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെ പറയാം. ഓക്കെ. അപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിൽ അതിനെ ഇട്ടിട്ട് താഴത്തേക്ക് വന്നു. ഇനി പല്ല് തേക്കണം. പല്ല് തേച്ചിട്ട് വരാം. അപ്പോൾ തിരുമ്പാളൊക്കെ വാഷിംഗ് മെഷീനിലിട്ട് ഞാൻ കൊലയിലേക്ക് വന്നു. പിന്നെ ആ കോഴി കൂവിയില്ല, അത് ഞങ്ങളുടെ കേട്ടോ. അങ്ങനെ സമയം തീരെ കളയാനില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ മുഖത്തൊരു തോർത്തുമുണ്ടിൻ്റെ ഒക്കെ വലിച്ചു വാരി കെട്ടി. കാരണം എനിക്ക് പൊടി ഭയങ്കര അലർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലർജീൻ്റെ നമ്പർ 1 മൈനസാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് സഹിക്കാൻ കഴിയില്ല. പിന്നെ ഞാൻ ചിമ്മി 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 അവിടെ ഇരിക്കലേ ഉണ്ടാവുള്ളൂ. ഈ പണിയൊന്നും എടുക്കാൻ ഞാൻ ജീവനോടെ ഉണ്ടാവില്ല. ഈ ശ്വാസം മുട്ടൽ അലർജി ഉള്ളവർക്കൊക്കെ ഇതൊക്കെ പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അച്ഛനും അമ്മയും എവിടെയാണെന്ന് ചോദിക്കരുത്. ഈ വ്ളോഗിൽ ഞാൻ അച്ഛനും അമ്മയൊന്നും അധികം കാണിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല ഗൈസ്. കാരണം നമ്മൾ എടുക്കുന്ന പണീൻ്റെ ഇടയിൽ കൂടെയൊക്കെയാണ് ഇമ്മാതിരി വീഡിയോസൊക്കെ എടുക്കുന്നത്. അപ്പോൾ ഞാൻ നല്ല വാശിയോടുകൂടിയും വീറോടുകൂടിയും ഇതാ ഫുള്ള് പൊടിയൊക്കെ തട്ടി ക്ലീൻ ആക്കുന്നുണ്ട്. അപ്പുറത്ത് എവിടേക്കൊക്കെയോ അച്ഛനും അമ്മയും ഇങ്ങനെ തട്ടി കുളയുന്നുണ്ട്. അങ്ങനെയാണ് എൻ്റെ വിശ്വാസം. അല്ല കേട്ടോ, അച്ഛനാണ് ഫുള്ള് അപ്പുറത്തും ബാക്കിലും സൈഡിലൊക്കെ നല്ലോണം പൊടിയൊക്കെ തട്ടിയത്. എനിക്ക് ഓവർ ഈ പൊടി ചെയ്യുമ്പോൾ അങ്ങനെ ഓവറായിട്ട് കളിക്കാൻ പറ്റില്ല. അങ്ങനെ ഓവറായിട്ടൊന്നും പൊടി അങ്ങനെ തട്ടാറില്ല. കാരണം ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ഇതേപോലെ ഒക്കെ ഒന്ന് ക്ലീൻ ആക്കലും ഇതാക്കലുണ്ട്. കർക്കിടകം വരാൻ വേണ്ടി ഞാൻ കാത്തിരിക്കാറില്ല. പിന്നെ ഷാർപ്പ് ഒരു 9:30 ആയപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാനിരുന്നു. ഞാൻ ഒരു ഒറ്റ ഗോതമ്പിൻ്റെ ദോശയും ഒരു എഗ്ഗും പിന്നെ ഇന്നലത്തെ നല്ല ചെമ്മീൻ കറി ഉണ്ടായിരുന്നു ബാക്കി. അപ്പം ഞാനും അമ്മയും അച്ഛനും അതാണ് കഴിക്കുന്നത്. പിന്നെ ഞാനിപ്പോൾ അങ്ങനെ വലിച്ചു വാരി അങ്ങനെ കണ്ടതൊന്നും കഴിക്കാറില്ല. പിന്നെ ഇടയ്ക്കൊരു പൂതി വന്നാലൊക്കെ ചില മധുരങ്ങളൊക്കെ കഴിക്കാറുണ്ട്. അപ്പോൾ ഇന്നൊരു ചായ ആകാമെന്ന് വിചാരിച്ചു. പിന്നെ ഒരു ഫിലിമൊക്കെ കണ്ടിങ്ങനെ ഇരുന്ന് ചായ കുടിച്ച് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് പിന്നെ അതിന് ശേഷം പിന്നെയും തുടങ്ങി. അങ്ങനെ പൊടി തട്ടിയിട്ട സ്ഥലങ്ങളൊക്കെ നമ്മൾക്ക് ഇനി ഒന്ന് തുടച്ചെടുക്കണം. അപ്പോൾ ആദ്യം വാതിൽ അങ്ങനത്തെ സംഭവങ്ങൾക്കിടയിലൂടെ നമുക്കൊന്ന് നനച്ച തുണിയുമായി സഞ്ചരിക്കാം. അതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഗൈസ്. ഇവിടെയാണെങ്കിൽ ഇഷ്ടംമാതിരി ജനലുണ്ട്. ഇതൊന്നല്ല, ഞാനൊരു വീഡിയോ ഇടുന്നുണ്ട്, അതിൽ നിങ്ങൾക്ക് കാണാം ഇവിടെ എത്രമാതിരി ജനാലുള്ളതെന്ന്. ജനാലിൻ്റെ ഒരു സംസ്ഥാന സമ്മേളനം തന്നെയാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഞാൻ അതൊക്കെ തുടച്ചുകൊണ്ട് നിൽക്കുകയാണ്. പിന്നെ ഇവിടെ ഒരു ഷോക്കേസ് ഉണ്ട്, അതിൽ കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി. പിന്നെ എല്ലാ സ്ഥലവും ഈ വടി ഉണ്ടായത് കൊണ്ട് മാത്രം ഞങ്ങൾ രക്ഷപ്പെട്ടാണ്. പണ്ടുള്ളവരൊക്കെ എങ്ങനെയാണ് ആർക്കറിയാം ഇങ്ങനെ കുമ്പിട്ടിട്ടൊക്കെ തുടച്ചത്. എനിക്ക് ആലോചിക്കാനേ കഴിയുന്നില്ല. ഇതുണ്ടായതുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു. ഈ വടി എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടിയാൽ മതിയല്ലോ. ഇത് നമ്മുടെ അല്ലപ്പനാണ് ഓരോന്ന് ചെയ്തേക്കുന്നത്. ഇവന് കുറേ കളിക്കുന്ന അങ്ങോട്ട് വരട്ടെ, കുറേ കളിക്കുന്ന ഇങ്ങോട്ട് വരട്ടെ, അത് അങ്ങോട്ട് കയറ്റിയിട്ട് അങ്ങനത്തെ ഒക്കെ ഒരു കളിയാണ്. ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് റെഡി ആക്കി എടുക്കണം. ഞാൻ തൽക്കാലം അവിടെ കിടക്കട്ടെ. ബാക്കിയുള്ള നിലവും ഫ്ലോറിൻ്റെതൊക്കെ ഒന്ന് നല്ല വൃത്തിയിൽ തുടച്ച് ജനവാതിലും മറമ്പിലൊക്കെ തട്ടി കഴിഞ്ഞ് ലാസ്റ്റ് ഇതൊക്കെ ചെയ്യാൻ വെച്ചു. ഇത് ഞങ്ങളുടെ വാഷിംഗ് ഏരിയ. പിന്നെ അല്ലറ ചില്ലറ അമ്മ അരയ്ക്കും. അതിനുള്ളൊരു അമ്മി വെച്ചിട്ട്
അങ്ങനെ ഒരു സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട്. ആണ്ടിലൊരിക്കലുള്ളൂ ഈ അമ്മ പ്രവർത്തിക്കുക. അത് അമ്മ പ്രവർത്തിച്ചാലായി. അങ്ങനെ സമയം ഏകദേശം ഉച്ചരയായി. ഇനി എല്ലാ പണിയൊക്കെ ഒന്ന് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഒന്ന് പോയി കുളിക്കണം. കുളിച്ച് കഴിഞ്ഞ് വന്നിട്ട് ഫുഡ് കഴിക്കണം. അച്ഛനും അമ്മയും കഴിക്കാതിരിക്കാന്ന് പറഞ്ഞു. അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം അവരെന്നെ കുറേ നേരം വെയിറ്റ് ചെയ്തു. പിന്നെ അച്ഛൻ കഴിച്ചു. പോയി പാത്രത്തിലെ വേസ്റ്റ് കോഴിക്ക് കൊടുത്തു. ആ സന്തോഷത്തിലാണ് വരുന്നത്. ഇനി ഞാൻ കഴിക്കണം. അമ്മ പിന്നെ കോഴി ഇരുന്ന് തിന്നുന്ന അരിയാണ് തിന്നത്. അതുകൊണ്ട് പിന്നെ കുറേ നേരം ഇരിക്കും. ഞാനിതാ നനഞ്ഞ കോഴീൻ്റെ അരി വന്നിക്കുന്ന ആ സന്തോഷമാണ്. കാരണം ഇത്രയും നേരം ചണ്ടിയിൽ കിടക്കല്ലായിരുന്നോ പൊടി പിടിച്ചിട്ട്. അപ്പോൾ ഇന്നത്തെ ഫുഡ് എന്ന് പറയുന്നത് നല്ല ഉരുളക്കിഴങ്ങ് അത് മസാല ഇട്ട് വെച്ചിട്ടിരുന്നു. കറി, പച്ചക്കറി, പിന്നെ അയില മുളകിട്ടതുണ്ട്, പിന്നെ പയറിൻ്റെ ഉപ്പേരി, പിന്നെ മുള്ളൻ പൊരിച്ചതും. ഞാൻ പൊരിച്ചതൊന്നും കൂട്ടാറില്ല. പക്ഷെ ഇന്ന് നല്ല പട്ടി അല്ല എന്തേനു പറയുക, നായി നയിക്കും പോലെ നയിച്ചിരുന്നു ഞാൻ. അതുകൊണ്ട് എനിക്ക് തിന്നാം. കാരണം എൻ്റെ കലോറീസൊക്കെ വളരെ കത്തി നിൽക്കുന്ന ടൈമാണ്. എനിക്ക് എന്തായാലും കഴിച്ചേ പറ്റുള്ളൂ. അപ്പോൾ എന്നോട് എൻ്റെ ഹസ്ബൻഡ് ഒന്ന് ക്ഷമിച്ചേക്കണം. അങ്ങനെ ഇതൊക്കെ ക്ലീൻ ചെയ്തപ്പോൾ ഉള്ള അവസ്ഥ കേട്ടോ. ഒക്കെ ഇപ്പോൾ ഒരു സൈഡിലാക്കി വെച്ച് കഴിഞ്ഞാൽ അള്ളപ്പം കയറിയൊക്കെ നാറ്റിക്കും. അത് വേറെ കാര്യം. അവൻ്റെ വീട് ഞാൻ അങ്ങോട്ടേക്ക്, അതായത് അവൻ്റെ ടെൻറ്റ് ഹൗസാണ് ഞാൻ പറഞ്ഞത്. അത് ഞാൻ അങ്ങോട്ടേക്ക് മാറ്റി കട്ടിലൊക്കെ റെഡിയാക്കി. നമ്മുടെ ഷോക്കേസ് ഇതാ പുതുപുത്തൻ വെട്ടി തിളങ്ങുന്നു, കണ്ടില്ലേ? അപ്പം ക്ഷീണിച്ചു പോയി. ഞാൻ കിടക്കാമെന്ന് വിചാരിച്ചു ഗൈസ്. കിടന്നിട്ട് വരാം. ഇന്നത്തെ എൻ്റെ പണികൾ ഏകദേശം കഴിഞ്ഞു. നല്ല ക്ഷീണമുണ്ട്. ക്ഷീണം വെച്ചാൽ നല്ല ക്ഷീണം. ഊരയാണ് മെയിനായിട്ട് വേദന എടുക്കുന്നത്. അപ്പോൾ കുറച്ച് റെസ്റ്റ് എടുത്ത് കിടന്നിട്ട് പിന്നെ എണീക്കാം. ഞാൻ ഉറങ്ങിയിട്ടായിരിക്കും. അങ്ങനെ ഞാൻ ഡെഡ് ബോഡി കിടക്കുന്ന പോലെ ബോധമില്ലാതെ അബോധാവസ്ഥയിലായിരുന്നു ഇത്ര നേരം കിടന്നുകൊണ്ടിരുന്നത്. അതിൽ നിന്നൊക്കെ റിക്കവറായി ഇപ്പോൾ വന്നിരിക്കുകയാണ് ഗൈസ്. സമയം 5:30. ഓ മൈ ഗോഡ്. കണ്ടുപോയി. ഞാൻ അടുക്കളയിലേക്ക് പോയപ്പോൾ കണ്ട കാഴ്ചയായിരുന്നു. അമ്മ സേമിയ ഉറപ്പിച്ചുണ്ടാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ അവിടെ പോയി ഒന്ന് കയ്യിലിട്ടൊന്ന് ഇളക്കി കൊടുത്തു. ഒരു രസം. പിന്നെ ഞാൻ നേരെ വന്ന് നോക്കുമ്പോൾ അല്ലും അച്ഛനും അവിടെ റൂമിൽ കിടക്കാൻ. അല്ലു നല്ല കിടന്നുറങ്ങുന്നുണ്ട്. അച്ഛൻ സൈഡിൽ കിടക്കുന്നു. അപ്പോൾ ഞാൻ കുറച്ച് നേരം പോലെ അതിലേക്ക് അയച്ചു. ഞങ്ങളെ വീട്ടിൽ നിന്ന് സ്റ്റെപ്പ് ഇറങ്ങിയ ചെറിയൊരു പാലമുണ്ട് ഗൈസ്. ഇതിൻ്റെ നടുവ് കൂടെ എപ്പോൾ നോക്കിയാലും വെള്ളം പോവുകയും ചവിട്ടി വീഴണ്ടായ അച്ചെടുത്തിട്ടതാ. വണ്ടിയിൽ ഫുള്ള് പച്ചപ്പ് പിടിച്ച് കിടക്കുന്നുണ്ട്. ഇതൊക്കെ നന്നാക്കിക്കൂടെ എന്ന് നിങ്ങൾ ചോദിക്കും. നന്നാക്കി മടുത്തതാണ്. നമ്മൾ എത്ര നന്നാക്കിയാലും അതിങ്ങനെ തന്നെ ഉണ്ടാവും. ഫുൾ ടൈം ഇവിടെ വെള്ളമാണ്. മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ നല്ല വഴുക്കുണ്ടാകും. പിന്നെ ഈ പച്ചപ്പ് ഇതൊക്കെ ഭൂമിൻ്റെ അടിയിൽ നിന്ന് ഇങ്ങനെ ഉറവെടുത്തുകൊണ്ടേ നിൽക്കുന്നതാണ്. ആ സൈഡിൽ കൂടെ ഒക്കെ ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടേ നിൽക്കും. ഞാൻ ഇതിൽ കാണിച്ചു തരാം ഉറവെടുക്കുന്നത്. കണ്ടോ? കാണുന്നുണ്ടോ? ഞങ്ങളുടെ വീടിൻ്റെ ഭിത്തിയിൽ നിന്നാണ് ഇത് വരുന്നത്. തറയിൽ നിന്നാണ് ഇത് വരുന്നത് ഗൈസ്. ഇങ്ങനെ വന്നുകൊണ്ട് നിൽക്കും. അതാണ് കിണറ്റിൻ്റെ സൈഡിൽ നിന്ന് വരുന്ന വെള്ളമാണ് അത്. ഇത് ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ വന്നുകൊണ്ടേ നിൽക്കും. എന്നിട്ട് ദീ വഴി ഇതങ്ങനെ അങ്ങോട്ട് ഒഴുകി പോകും. എൻ്റെ രഥമാണത്. എൻ്റെ അല്ല, ഷെയിൻചേട്ടൻ്റെയാണ്. ഷെയിൻചേട്ടൻ പോകുമ്പോൾ അത് ഞാൻ ഓടിക്കും.
ചേട്ടൻ വന്നു കഴിഞ്ഞാൽ ഞാനത് അങ്ങ് കൊടുക്കും. പിന്നെ ഇന്ന് നല്ല മഴയായിരുന്നു കേട്ടോ. മഴയായി ഞങ്ങൾക്കിവിടെ ഡ്രസ്സ് ആറിടുന്ന ഒരുപാട് സ്ഥലമാണ്. കാരണം ഇവിടെ മൊത്തം ഷീറ്റ് ഇട്ടുകൊണ്ട് നല്ല സുഖമാണ്. വാവ്, കണ്ടോ? പിന്നെ ഇവിടെ ഇരുന്നാലും നല്ല സുഖമാണ്. ഇതിലെ പോകുന്ന ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വായി നോക്കി ഇങ്ങനെ ടൈം പോക്കി ഇങ്ങനെ ഇരിക്കാൻ കഴിയും. അതുകൊള്ളൊരു നേരം പോക്ക്. അല്ലു ഉറങ്ങി നീക്കാൻ ഏകദേശം ഉച്ചര വൈകുന്നേരമായി എന്ന് പറയാം. ഓനിന്ന് കുറച്ച് ലേറ്റായിട്ടാണ് കിടന്നുറങ്ങിയത്. പിന്നെ അതിനുശേഷം പിന്നെ ഞങ്ങൾ വിളക്കൊക്കെ കത്തിച്ച് കുറച്ച് നേരം പ്രാർത്ഥിച്ചു. ഈ വൈകുന്നേരം ചില സമയത്ത് അമ്മ വിളക്ക് കത്തിക്കും, അല്ലെങ്കിൽ ഞാൻ വിളക്ക് കത്തിക്കും. അങ്ങനെ ഞങ്ങൾ മാറി മാറി വിളക്ക് കത്തിക്കാറുണ്ട്. നിങ്ങൾ വിചാരിക്കേണ്ടത് എന്താ അത്, അമ്മയമ്മ മാത്രമാണോ വിളക്ക് കത്തിക്കുന്നത്? ചിലപ്പോൾ ഞാൻ കത്തിക്കും, അല്ലെങ്കിൽ അമ്മ കത്തിക്കും. ഇങ്ങനെയൊക്കെയാണ് പതിവ്. അപ്പം ഞാൻ നല്ലോണം പ്രാർത്ഥിച്ച് കുറിയൊക്കെ തൊട്ടു. പിന്നെ ഞാൻ എന്താ പറയുക, കുറച്ച് തിരികളൊക്കെ കത്തിക്കാണ്ടായിരുന്നു ബാക്കി വന്ന. അതായത് കത്തിച്ചിട്ട് നമുക്ക് വേസ്റ്റായി വരുമല്ലോ. അതിങ്ങനെ ഈ വിളക്ക് കത്തിക്കുന്ന നേരം ഞങ്ങൾ ഒന്നായിട്ട് അതിങ്ങനെ ഓരോ ദിവസത്തെ ഇങ്ങനെ ബാക്കി വരുന്ന ഇങ്ങനെ ഒരു പാത്രത്തിലിട്ട് വെക്കും. അത് ഒന്നായിട്ട് ഇങ്ങനെ കത്തിക്കും. അങ്ങനെയാണ് കത്തിക്കാറ്. അത് കണ്ണിൽ കണ്ട അവിടെ ഇവിടെയൊന്നും വലിച്ചെറിയരുതെന്നാണ് പറയാറ്. അതുകൊണ്ട് ഇങ്ങനെ കത്തിക്കുന്നു. ഇനി നമുക്ക് ചായ കുടിക്കണം. അതിനുള്ള പുറപ്പാടിലാണ്. ഇതാ നമ്മളെ സേമിയ ഇവിടെ ഉറച്ചത് സെറ്റായിട്ടുണ്ട്. ഇനി ഇത് ബർത്ത്ഡേക്ക് കട്ട് ചെയ്യുന്ന പോലെ നല്ല ഉഷാറാക്കി കട്ട് ചെയ്യുന്നുണ്ട്. അല്ലിങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട്. അല്ലൂന് വലിങ്ങനെ ലൈക്കില്ലത്. പിന്നെ ഞാനും അമ്മയും പിന്നെ എന്ത് കിട്ടിയാലും തിന്നും മധുരത്തിൻ്റെ. അപ്പം ഇന്നെല്ലാം കൂടി ഒരു ചീറ്റ് ഡേ ആയിരുന്നു. ഡയറ്റൊക്കെ പൊട്ടിച്ചു. കുറേ തിന്നില്ല. ഞാനൊരു കഷ്ണം തിന്നു. പിന്നെ അല്ലു ഒരു കഷ്ണം തിന്നു. അല്ലു കഷ്ണം തിന്നില്ല. അല്ലു പകുതി തിന്നിട്ട് മതി മമ്മി മതി മതി എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അവരെ നിർബന്ധിക്കാൻ വന്നില്ല. അങ്ങനെ ടി വി കണ്ട് കുത്തിരിക്കുകയാണ് ഇപ്പോൾ ഞങ്ങൾ. അമ്മ പിന്നെ ഫ്ലവേഴ്സിലെ ഈ എന്താ പറയുക, ഈ ഗേൾസിൻ്റെ പാട്ടിൻ്റെ ഒരു സംഭവം ഉണ്ടല്ലോ, അതിൻ്റെ ഭയങ്കര ആരാധിക. പിന്നെ അതിന് ശേഷം അല്ലുവിന് ഫുഡ് കൊടുത്തു രാത്രി. അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല. ഈ കളീൻ്റെ ഇടയ്ക്ക് ഞാൻ ഇടയ്ക്ക് പോയി അവന് ഫുഡൊക്കെ കൊടുത്തു. പിന്നെ ഓൻ എന്തൊക്കെയൊക്കെ കുരുത്തക്കേടൊക്കെ ഒപ്പിക്കുന്നുണ്ട്. ഇന്നത്തെ ദിവസം എന്തായാലും ഇവിടെ കഴിഞ്ഞിരിക്കുന്നു ക്ലീനിങ് ഒക്കെ ആയിട്ട്. ഇന്നത്തെ ഒരു ദിവസം ഇത്രേ ഉള്ളൂ. നല്ലൊരു ഹാപ്പി ആയിട്ടുള്ള ഡേ ആയിരുന്നു. സമയം പോയതേ അറിഞ്ഞില്ല. കാരണം ഇടുക്കപ്പേറെ പണികളുണ്ടായിരുന്നു. പിന്നെ അല്ലു അപ്പുറത്തെ വീട്ടിലേക്ക് കളിക്കാൻ പോയതുകൊണ്ട് തന്നെ നല്ല സിമ്പിളായി തന്നെ ഞങ്ങൾ എല്ലാ പണികളും പെട്ടെന്ന് തീർത്തു. പിന്നെ കർക്കിടകമല്ലേ, അപ്പം അതിൻ്റെ ക്ലീനിങ് ഒക്കെ കുറച്ച് തോന്നുന്ന നേരം ഉണ്ടാവും. അപ്പം ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ വീട്ടിലെ അച്ഛനും അമ്മയും എല്ലാവരും ഹെൽപ്പ് ചെയ്യാണ്ടായിരുന്നു. പക്ഷേ ഞാൻ അവരൊന്നും വീഡിയോയിൽ കാണിക്കാൻ എനിക്ക് സമയം കിട്ടിയില്ല. ഞാനുള്ളത് തട്ടിക്കൂട്ടി ഇട്ടതാണിത്. കാരണം എന്താ വെച്ചാൽ നമ്മൾ നാച്ചുറലായിട്ട് ഇങ്ങനെ പണിയെടുത്തോണ്ടേ ഇരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഓരോ വീഡിയോസ് ഇങ്ങനെ വരുമ്പം ചില സമയം ഞാൻ ഒറ്റയ്ക്ക് ഒരു സൈഡിൽ ഇരുന്നിട്ടേക്കും എനിക്ക്. അപ്പോൾ അപ്പുറത്തെ റൂമിലേക്ക് അച്ഛൻ നന്നാക്കുന്നുണ്ടാവുക, അതിൻ്റെ അപ്പുറത്തെ റൂമിലേക്ക് അമ്മ നന്നാക്കുന്നുണ്ടാവുക. എന്തായാലും വേണ്ടില്ല, വീടൊക്കെ ഏകദേശം നീറ്റായി. ഇനി കുറച്ച് അല്ലൊരു ചില്ലറ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഒന്ന് റെഡിയാക്കാനേ ഉള്ളൂ. അല്ലുതാ വെട്ടിയിട്ട വാഴത്തണ്ട് പോലെ കിടന്നുറങ്ങുകയാണ് ഗൈസ്. ഇപ്പോൾ സമയം ഏകദേശം 10:30 കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇനി കിടന്നുറങ്ങുക, അത്രേ ഉള്ളൂ പരിപാടി. ഇതിനുള്ള ഫുഡൊക്കെ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് കൊടുത്തു. അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാനുള്ള ബോധം പോലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ പുതിയ വീഡിയോ ആയിട്ട് ഞങ്ങൾ ഇനിയും വരുന്നതായിരിക്കും. അതുവരെയും ടാറ്റ ബൈ ബൈ ഫ്രം ഡാൻസ് സ്ക്വാഡ്. അപ്പോൾ മറക്കണ്ട, ഞങ്ങൾ ചാനലൊന്ന് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്തേക്കേണ്ടി. ഓക്കെ ബൈ.